പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ കെ മുഹമ്മദ് ഷമീർ. ഇടവനക്കാട് രാഷ്ട്രീയം ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിന്, തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിന് ലൈവിൽ വന്നിരിക്കുകയാണ്. ബഹുമാന്യരെ, SDPI തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വ്യാപകമായി മത്സരിക്കുന്ന വിഷയം നിങ്ങളേവരും അറിഞ്ഞിട്ടുണ്ടാകും. SDPI എറണാകുളം ജില്ലയിലും വ്യാപകമായി തന്നെയാണ് മത്സരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഞാനുൾപ്പെടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിലും SDPI മത്സര രംഗത്തുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നീ പ്രസ്ഥാനം 21ഓളം സംസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി കേഡർ സംവിധാനത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. അതിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വ്യക്തിപരമായ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും സൗത്ത് ഇന്ത്യ കടന്ന് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഡൽഹിയിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലുമെല്ലാം പാർട്ടി ഏറ്റവും സജീവമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി എത്ര വലിയ വ്യവസ്ഥാപിത സംവിധാനമാണെങ്കിലും അത് തിരഞ്ഞെടുപ്പിൽ ജനപിന്തുണ എത്രത്തോളം നേടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടിയുടെ ഒരു ശക്തി വിലയിരുത്തപ്പെടുന്നത്. ഒരു സമ്മേളനത്തിൽ ആളുകൾ വർദ്ധിക്കുക എന്നതിനപ്പുറം പ്രാദേശികമായി ബ്രാഞ്ച് തലങ്ങളിൽ, വാർഡ് തലങ്ങളിൽ, ബ്ലോക്ക് തലങ്ങളിലെല്ലാം പാർട്ടിക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അതിന്റെ പാർട്ടിയുടെ ശക്തി എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. ആ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 100 ചിലാം വാർഡുകളിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 SDPI മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതിന്റെ 4 ഇരട്ടിയോളം സീറ്റുകളിൽ വളരെ ചെറിയ മാർജിനിൽ SDPI പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ ശക്തമായ രീതിയിൽ മത്സരിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. പാർട്ടി പ്രവർത്തകരും സഹോദരങ്ങളുമെല്ലാം SDPI തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്ന വിവേചനമില്ലാത്ത വികസനത്തിന്, അഴിമതിയില്ലാത്ത, വിവേചനമില്ലാത്ത ഒരു മുന്നേറ്റം, ഒരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് SDPI മുന്നോട്ട് വെക്കുന്നത്. SDPI ഭരിച്ചിട്ടുള്ള ഈ 100 ചിലാൻ വാർഡുകളിൽ എടുത്തു നോക്കിയാൽ അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ടാവും. അത് ആളെ നോക്കിയിട്ടോ, സ്വഭാവം നോക്കിയിട്ടോ, രാഷ്ട്രീയം നോക്കിയിട്ടോ, കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടോ ഒന്നുമല്ല അവിടെ വികസന പ്രവർത്തനങ്ങളോ വ്യക്തിഗത ആനുകൂല്യങ്ങളോ ലഭിച്ചിട്ടുള്ളത്. പകരം അവിടങ്ങളിൽ എല്ലാ വിഭാഗം ആളുകൾക്കും അവസര സമത്വം എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും തുല്യമായ നീതിയും തുല്യമായ അവസരവും ലഭിക്കുക എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് SDPI ജനകീയ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. കേരളത്തില് ഇപ്രാവശ്യം വിശിഷ്യ SDPIയുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത് സംഘപരിവാർ ഇന്ത്യ മുഴുവൻ ഇളകിയാടുമ്പോൾ, സംഘപരിവാറിന്റെ രാഷ്ട്രീയം എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങളെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷം CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുഭരണം സംഘപരിവാറിന് ഏകദേശം കീഴ്പ്പെട്ടു എന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ പൂർണ്ണമായും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ ഒരു ബദലായി സംഘപരിവാറിനെതിരെ ഒരു തരി പോലും സംഘപരിവാറിനെതിരെ ഒരംശം പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത, ജനങ്ങളുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആവശ്യകതയിൽ നിന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രൂപം കൊണ്ടത്. അതിൽ നിന്ന് തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ SDPI സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ളതാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ സ്കൂളുകൾ ആരംഭിക്കുവാനുള്ള PM ശ്രീ എന്ന പദ്ധതിക്ക് ഒരുവിധ കൂടിയാലോചനകളുമില്ലാതെ കേരളത്തിലെ CPM ഒപ്പിടുകയായിരുന്നു. എന്നാൽ CPIയുടെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അതിൽ നിന്ന് താൽക്കാലികമായിട്ട് പിൻവാങ്ങാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാനുള്ള പൂർണ്ണമായ അവകാശം കേന്ദ്ര സർക്കാരിലാണ് എന്നിരിക്കെ അത് പിന്മാറി എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അത് നിശബ്ദമായിരിക്കുന്ന, അതിനെപ്പറ്റി സംസാരിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. PM ശ്രീ പദ്ധതി പ്രകാരം സ്കൂളുകൾ വന്നാൽ
RSSന്റെ അജണ്ട പൂർണ്ണമായി നടപ്പിലാക്കുന്ന സ്കൂളുകളായിരിക്കും ഫലത്തിലുണ്ടാവുക. എന്ന് വെച്ചാല് ഇന്ന് നമ്മൾ പഠിക്കുന്ന ചരിത്രവും വർത്തമാനങ്ങളും ഇന്ത്യയുടെ നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തിനു വേണ്ടി സഹിച്ച പീഡനങ്ങളും നേടിയ സ്വാതന്ത്ര്യവുമെല്ലാം അതെല്ലാം മാറിയിട്ട് പകരം RSSനെയും സംഘപരിവാറിനെയും BJPയെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അതാണ് PM ശ്രീ പദ്ധതിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിക്ക് പൂർണ്ണമായി കൂട്ടുനിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് പിണറായി സർക്കാർ നടത്തിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണമാണ് CPM എവിടെയെങ്കിലും ഭരിക്കുന്നു എന്നതിനടുത്തും BJP പിൻവാതിലൂടെ ഭരിക്കുന്നു എന്ന് വേണമെന്ന് പറയാൻ. നമ്മൾ നേരത്തെ പറയും ചെങ്കൊടി അതിന്റെ കളർ മാറി കാവിക്കളർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുമ്പോൾ ഇന്നത് കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJP പൂർണ്ണമായിട്ട് ഒരു സംഘപരിവാർ ആശയത്തിന്റെ അല്ലെങ്കിൽ CPM പൂർണ്ണമായിട്ട് BJPയുടെ ആശയത്തെ കേരളത്തിൽ സ്വാഗതം ചെയ്യുന്ന അതിനുവേണ്ട വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ മരുന്നും കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം പല ഡീലുകൾ CPM കേരളത്തില് വളരെയധികം കൃത്യമായ ഡീല് BJPയുമായി നടത്തിയിട്ടുണ്ട്. ലാവ്ലിൻ കേസ് നമുക്കറിയാം, പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള വർഷങ്ങൾ പഴക്കമുള്ള കേസ് 30-40 തവണയാണ് ഹിയറിംഗ് മാറ്റിവെച്ചിട്ടുള്ളത് കോടതിയിൽ. അത് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ വക്കീലിൽ നിന്ന് പൂർണ്ണമായി പിണറായി വിജയൻ അനുകൂലമായിട്ട് ആ കേസ് മാറ്റിവെക്കുന്ന സാഹചര്യം. പകരം എന്താണ് സംഭവിക്കുന്നത്? കൊടകരയില് BJP നേതാക്കന്മാർ പ്രതിയായ കുഴൽപ്പണക്കേസ്, ആ കുഴൽപ്പണക്കേസില് എങ്ങും അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതാണ്. അതില് ആളുകൾ പണം തട്ടിയതോ പണം വന്നത് എന്തിനാണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ആർക്കെല്ലാം എത്തി എന്നുള്ളതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ അതിൽ BJP നേതാക്കന്മാരെ മുഴുവൻ സേഫ് ആക്കുന്ന അവസ്ഥ ഇത് പകരം നടന്നുകൊണ്ടിരിക്കുന്നു. സമാനമാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പ്രതിയായിട്ടുള്ള കർണാടകയിലെ കേസ്, ഭൂമി കേസ്. ആ കേസ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ചർച്ച പോലുമില്ല, അല്ലെങ്കിൽ ആ കേസ് ബന്ധപ്പെട്ട് അത് പ്രചരിപ്പിക്കാൻ പോലും CPMന് താല്പര്യമില്ല. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞ പരസ്പരം ഒരു കൃത്യമായ ധാരണ CPMും BJPയും തമ്മിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തദ്ദേശ തലത്തിൽ വരെ കൃത്യമായി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇനി അല്ലെങ്കിൽ പോലും ഇപ്പൊ CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, ഒരു തദ്ദേശ സർക്കാരാണ് എവിടെയെങ്കിലും ഉള്ളതെങ്കിൽ പോലും ആ സർക്കാർ BJPയുടെ അജണ്ടകൾ പൂർണ്ണമായി നടപ്പിലാക്കുകയും ചെയ്യും. BJPയുടെ ഒരു അജണ്ടക്കും എതിര് നിൽക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ CPM കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘപരിവാർ അനുകൂലമായ സംഘപരിവാര പ്രീണനത്തിലുള്ള ഒരു മുന്നേറ്റത്തെ തടയണമെങ്കിൽ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമുള്ള, വ്യവസ്ഥാപിതമായ ആശയമുള്ള, വ്യവസ്ഥാപിതമായ പ്രവർത്തന രീതിയുള്ള ഒരു കേഡർ മുന്നേറ്റത്തിന് അനിവാര്യതയുണ്ട്. അതിന് കോൺഗ്രസിനെ കൊണ്ട് നടക്കൂല. കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അടിത്തട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം പോലും അവർക്കില്ല. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കേരളത്തിലെയും ജനവിരുദ്ധമായ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും അതിശക്തമായ ജനവികാരം ഉയർത്തുന്ന നടപടികൾ CPM കൈക്കൊണ്ടിട്ടും അതിലൊന്നും പ്രതിഷേധം, ഒരു പേരിന് പ്രതിഷേധത്തിനപ്പുറം അത് ജനങ്ങളിലേക്ക് അടിത്തട്ടിൽ എത്തിക്കാൻ കോൺഗ്രസിന്റെ സംവിധാനങ്ങൾ, UDFന്റെ സംവിധാനങ്ങൾ കേരളത്തിൽ കഴിയുന്നില്ല. അവിടെ പകരം വെക്കപ്പെടുന്ന BJP ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള നവസാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ഇന്ത്യയിലും കേരളത്തിലും പ്രാദേശിക തലങ്ങളിലും എല്ലാം ശക്തിയാർജിക്കേണ്ടത് രാജ്യത്തിന്റെ ഭാവിക്ക് അനിവാര്യമാണ്. അല്ലെങ്കിൽ വരാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പോ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിലൊരു ഡീല് നടന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘപരിവാറും CPM തമ്മിലുള്ള ഡീല് ഒരുപക്ഷെ ഒരു തുടർ ഭരണം കൂടി CPM ലഭിച്ചാൽ സ്വാഭാവികമായി വെസ്റ്റ് ബംഗാൾ പോലെ CPM ജീർണിക്കുകയും പ്രതിപക്ഷത്തിലുള്ള UDF ഇല്ലാതാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ BJPക്ക് ഒരു ലാറ്ററൽ എൻട്രി കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ചെറുക്കാനുള്ള ഒരു മുന്നേറ്റം എവിടെയെന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇപ്പോ നമ്മുടെ മുമ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ SIR എന്നൊരു സാധനം ഇട്ട് തന്നിട്ടുണ്ട്. SIR എന്നൊരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബീഹാറിൽ നടന്ന ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് കട്ടിയൽ പ്രക്രിയ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ആ പ്രക്രിയ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം നോക്കി ജനങ്ങൾ മുഴുവൻ കൺഫ്യൂഷനിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്നത് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ആളുകൾ SIRലേക്ക് പോവാണ്. SIRനെ പറ്റി സംസാരിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക, ചുരുക്കി പറഞ്ഞ ആളുകൾക്ക് ഇപ്പോഴും, സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് ഇത് ഇപ്പോഴും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ഒരു പ്രശ്നമുണ്ട് SIR ബന്ധപ്പെട്ട്.
അതായത് ആളുകൾ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ ഭയപ്പെടുന്നു, ചകിതരാകുന്നു. വർഷങ്ങളോട് വോട്ട് ചെയ്ത ആളുകൾ ഒരുപക്ഷെ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ല എന്നൊറ്റ കാരണം കൊണ്ട് SIR ഫോം എത്താത്ത സാഹചര്യം വീടുകളിലുണ്ട്. വീടുകളിൽ ചെല്ലുമ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യും എന്നുള്ള ഭയമുണ്ട്. ഇപ്പോ ചില പഞ്ചായത്തുകളിൽ ഒരു രേഖ ഫില്ല് ചെയ്യാതെ വെറുതെ ആധാർ നമ്പറും പേരും മാത്രം എഴുതി ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം BLO ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസംബർ 4 തീയതി വരെയാണ് ഇപ്പൊ ഫോം സ്വീകരിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ഈ സമയത്തിനുള്ളിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് അതിന്റെ ഒരു കരട് പട്ടിക പ്രഖ്യാപിക്കും. ആ കരട് പട്ടികയിൽ നമ്മളില്ലെങ്കിൽ, പൗരന്മാരായിട്ട് നമ്മളെ വോട്ടവകാശം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അപ്പീൽ ചെയ്യേണ്ടി വരും. EO എന്ന് പറയുന്ന ഓരോ മണ്ഡലത്തിലുള്ള ഉദ്യോഗസ്ഥരെടുത്ത് പോയിട്ട് അപ്പീൽ ചെയ്യേണ്ടി വരും. ആ അപ്പീലിന് സമയം 1 മാസമാണുള്ളത്. ആ 1 മാസത്തിന് ശേഷം വീണ്ടും ഒരു ഫൈനൽ പട്ടിക വരുമ്പോൾ അതിൽ നമ്മൾ ഉണ്ടാകുമോ, നമ്മുടെ കുടുംബക്കാരുണ്ടാവുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ, ഒരു പൗരന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം എന്ന് പറയുന്നത് വോട്ടവകാശമാണ്. ആ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ്. ആ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിലേക്കാണ് ഇന്ന് സംഘപരിവാർ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചിട്ട് കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് കൃത്യമായ ചെറുത്തുനിൽപ്പ് നടത്താതെ അതിനനുകൂലമായ സാഹചര്യമാണ് കേരളത്തില് CPM ഉണ്ടാക്കിയിട്ടുള്ള. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചു SIR വന്നപ്പോൾ കർണാടക, തമിഴ്നാട്ടിൽ നടന്ന പോലുള്ള ഒരു പ്രക്ഷോഭം ഒരുപക്ഷെ കേരളത്തിൽ നടക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനനുകൂലമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നു എന്നൊക്കെ ന്യായീകരണത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറഞ്ഞേക്കാം. പക്ഷെ അതിനെ രാഷ്ട്രീയമായി നേരിടാനോ ജനങ്ങളുടെ ഭയം കുറക്കുവാനുള്ള ഒരു പണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിന് അത് ചെയ്യുവാനുള്ള സംവിധാനവുമില്ല. ഇവിടെയാണ് SDP-യുടെ പ്രസക്തി വരുന്നത്. പ്രിയപ്പെട്ടവർ, ഒരു പൗരന്റെ ജനനവും മരണവും തീരുമാനിക്കുന്നത് പഞ്ചായത്തിലാണ്. ഒരു പൗരന്റെ ഭരണം ജനിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്ന പഞ്ചായത്തിലാണ്. ഒരു പൗരന്റെ വോട്ടവകാശം തീരുമാനിക്കുന്നതും പഞ്ചായത്ത് തലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തലങ്ങളിൽ നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങള് പിന്തുണ കൊടുത്ത പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള, കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കാൾ പ്രാധാന്യം ഉണ്ടാവേണ്ടത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോലുള്ള പാർട്ടികൾക്കാണ്. ഈ പാർട്ടികൾ, SDP പോലുള്ള പാർട്ടികൾ പഞ്ചായത്തുകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പൗരത്വം അവിടെ കട്ടിയപ്പെടുന്നില്ലെന്നെങ്കിലും, നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വോട്ടവകാശം കട്ടിയപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ SDP-യുടെ മെമ്പർമാർക്ക് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ, കേരളത്തിലും എറണാകുളം ജില്ലയിലും എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലുമെല്ലാം SDP എന്ന പ്രസ്ഥാനത്തിന്റെ കാവൽ പടന്മാരായിട്ട്, നിങ്ങളുടെ സേവകരായിട്ട് മെമ്പർമാര് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വവും നിങ്ങളുടെ വോട്ടവകാശമെല്ലാം കട്ട് ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ നേരത്തെ മേൽപ്പറഞ്ഞ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾ കഴിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് മോളിൽ നിന്ന് ലഭിക്കുന്ന തിട്ടൂരമനുസരിച്ച് അവർക്ക് മിണ്ടാതെ നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതിനെതിരെ കൃത്യമായ ഒരു ശബ്ദമുയർത്താൻ ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് SDP-യുടെ മെമ്പർമാര് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ട് എന്ന്, അവരുടെ സാന്നിധ്യമുണ്ട് എന്ന്, അവരെ ജയിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു പണി കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വരുന്ന SIR ഒരു ലക്ഷണമായിട്ട് വേണം കരുതാൻ, അല്ലെങ്കിൽ ഒരു നമുക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് നൽകാം. കാരണം SDP പോലുള്ള പാർട്ടികൾ ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ദൈവികമായി ലഭിച്ച ഒരു സാഹചര്യമായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം. കാരണം ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവിടെ പരമ്പരാഗത കക്ഷികളെല്ലാം മാറി നിൽക്കുമ്പോൾ അവിടെ SDP-യുടെ കരുത്തരായ കാൻഡിഡേറ്റ്സ്, സ്ഥാനാർത്ഥികള്, മെമ്പർമാര്, അവരിലൂടെ നമുക്ക് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അവർ നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കുന്നതിനെയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ നമ്മൾ പിന്തുണക്കേണ്ടതുണ്ട്, ജയിപ്പിക്കേണ്ടതുണ്ട്, നമ്മളുടെ വാർഡുകളിൽ വിജയിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് എടവനക്കാട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ, എടവനക്കാട് കഴിഞ്ഞ 5 വർഷം മുമ്പ് SDP 2 സീറ്റ് നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടുത്തെ ജനത വിജയിപ്പിച്ചു. എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് SDP-ക്ക് ഒരു സീറ്റ് ലഭിക്കുന്നത്. സുനൈന സുധീറിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകക്ഷി അംഗം എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. 1-ാം വാർഡിൽ SDP മത്സരിച്ച 1-ാം വാർഡിൽ നമ്മൾ 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ 5 വർഷം എടുത്തു നോക്കുമ്പോൾ SDP കഴിഞ്ഞ 5 വർഷവും ഗ്രാമപഞ്ചായത്ത് ബന്ധപ്പെട്ടുണ്ടായ ജനങ്ങളുടെ സേവനങ്ങൾ, ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ, അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ബന്ധപ്പെട്ട് വളരെയധികം സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും സൂക്ഷ്മതയോടും കൂടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. 2-ാം വാർഡിൽ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നേടിയെടുത്ത ഒരു വാർഡ് കൂടിയാണ് 2-ാം വാർഡ് എന്നുള്ളത്. SDP ഭരിച്ച 2-ാം വാർഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിച്ച വാർഡാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം മുമ്പ് SDP ഈ വാർഡിലേക്ക് വരുമ്പോൾ ഈ വാർഡിൽ പ്രധാനപ്പെട്ട കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു.
ആ വാഗ്ദാനങ്ങൾ ചിലത് നടന്നിട്ടുണ്ട്, ചിലത് നടക്കാത്തതുണ്ട്. എന്നാൽ വാഗ്ദാനങ്ങൾ നൽകാത്ത ഒരുപാട് കാര്യങ്ങളും SDPIക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വാർഡിലേക്ക് SDPI വരുമ്പോൾ ഇവിടുത്തെ ഉണ്ടായിരുന്ന ദീർഘകാലമായി കിടന്ന കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുളിക്കനാട്ട് വെസ്റ്റ് റോഡിന്റെ ഒരു ഇഷ്യൂ എന്നുള്ളത്. പുളിക്കനാട്ട് വെസ്റ്റ് റോഡ് 12 വർഷമായിട്ട് തകർന്നു കിടക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ ടൈമില് LDF ഭരിക്കുമ്പോഴും അതിനു മുമ്പ് UDF ഭരിക്കുമ്പോഴും അത് പണിയാൻ കഴിയാതെ തകർന്നു കിടന്ന ആ റോഡ് SDPI മെമ്പറുടെയും SDPIയുടെയും ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ആ റോഡ് ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. ഒരുപക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിന് സഹായത്തിനായി പലപ്പോഴും പോയി, ജില്ലാ പഞ്ചായത്തിന് സഹായത്തിനുമായി പോയി. പക്ഷെ അപ്പോഴെല്ലാം രാഷ്ട്രീയമായിട്ട് പകപോക്കുന്ന രീതിയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് വാഗ്ദാനം നൽകുകയും പിന്നീട് കബളിപ്പിക്കുകയും ചെയ്യുന്ന പലപ്പോഴും സാഹചര്യങ്ങളുണ്ടായി. മെമ്പർക്ക് കൂടുതലായിട്ട് അതിനെ പറ്റി അറിയാം. ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവിടുന്നതാണ്. എന്നാൽ ആ റോഡിന്റെ പ്രശ്നം വളരെ കൃത്യമായി അഡ്രസ് ചെയ്യുകയും 3 വർഷങ്ങൾക്കുള്ളിൽ ആ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. മാത്രമല്ല വേറൊരു വിഷയം ഉണ്ടായിരുന്നത്, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2ാം വാർഡിൽ ഒരു അംഗൻവാടി ഈ 2 വർഷം പഠിച്ച അംഗൻവാടിയിൽ അംഗൻവാടിയുടെ ഭൂമി വളരെ കുറച്ചായിട്ട് വർഷങ്ങൾ നീണ്ടൊരു കയ്യേറ്റം അവിടെ നടന്നിരുന്നു. നമ്മളൊക്കെ പഠിക്കുമ്പോൾ മുമ്പിൽ കളിക്കാൻ സ്ഥലമുണ്ടായിരുന്ന അംഗൻവാടിയുടെ ഭൂമി പിന്നീട് കയ്യേറി മതിൽ കെട്ടി തിരിച്ച് വ്യക്തി കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ആ വിഷയത്തിൽ ഇടപെട്ടില്ല. UDFിനെ സംബന്ധിച്ച് അതിന്റെ ധൈര്യം ഉണ്ടായിരുന്നില്ല ഇടപെടാനായിട്ട്. എന്നാൽ SDPI ഇവിടെ മെമ്പറായി ജയിച്ചുടനെ അവിടുത്തെ ടീച്ചർ ഉൾപ്പെടെ കുട്ടികളുമായി സംവദിക്കുകയും അവരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും ആ അംഗൻവാടി തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് അതിന്റെ സാഹചര്യങ്ങൾ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ SDPIയുടെ മുമ്പിൽ വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ആ അംഗൻവാടിയെ തിരിച്ചു പിടിച്ച് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത്, ഭൂമി തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നീണ്ടുനിന്ന പോരാട്ടം തന്നെ വേണ്ടി വന്നു. ആ പോരാട്ടത്തില് കൊച്ചിൻ താലൂക്ക് ഓഫീസ് ബന്ധപ്പെട്ട് നിരവധി തവണ മെമ്പറുടെ നേതൃത്വത്തിൽ കയറിയിറങ്ങേണ്ടി വന്നു. കയറിയിറങ്ങി അവിടുത്തെ ആ ഉദ്യോഗസ്ഥരെ കൊണ്ട് സർവേ നടത്തിക്കാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു. അങ്ങനെ സർവേ നടത്തി ഭൂമി തിരിച്ചുപിടിച്ചു. ഭൂമി തിരിച്ചിട്ടു. ആ തിരിച്ചിട്ട മതിൽ കെട്ടാൻ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ SDPI പ്രവർത്തകർ അവരുടെ കൈകളിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് അംഗൻവാടിയുടെ ഭൂമി തിരിച്ചു പിടിച്ചത്, മതിൽ കെട്ടി തിരിച്ചത്. ഇന്നിപ്പോൾ ആ അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയാണ്. സ്വസ്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അവിടെ അഡ്മിഷനുള്ള അത്രയും തന്നെ ഏറ്റവും മാക്സിമം അഡ്മിഷന്റെ അത്രയും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അംഗൻവാടിയാണ്. മാത്രമല്ല വാർഡിൽ വിവിധ ആളുകൾക്ക് നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ 5 വർഷം സപ്പോർട്ട് ചെയ്തുകൊണ്ട് SDPI രംഗത്തുണ്ടായിരുന്നു. അവർക്ക് നിയമപരമായ സഹായം ലഭിച്ചുകൊണ്ട് വർഷങ്ങളായി കുടുങ്ങിക്കിടന്ന ഭൂമി, തർക്കത്തിൽ കുടുങ്ങിക്കിടന്ന ഭൂമി അത് കോടതിയിൽ ഇടപെട്ട് കേസ് നടത്തി തിരിച്ചുപിടുത്തു കൊടുത്തതും SDPI തന്നെയാണ്. മാത്രമല്ല ഗാർഹിക പീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന പല സ്ത്രീകളുടെയും അവർ ബന്ധപ്പെട്ട് അവർക്ക് വീടുകൾ ലഭിച്ച ഡ്രഗ്സിനും മറ്റും അടിമകളായിട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുത്ത പണി കൂടി SDPI എടുത്തിട്ടുണ്ട്. മാത്രമല്ല 2023 ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വാർഡിലേക്ക് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നേടിക്കൊടുത്ത ഒരു പാർട്ടി കൂടിയാണ് SDPI. ഇവിടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ കഴിഞ്ഞ 5 വർഷം എന്താണ് ചെയ്തതെന്ന്. ഞങ്ങളതാ പറഞ്ഞു വരുന്നത്, ഇവിടത്തെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ ഓരോ വീടുകളും കയറി ചെന്നാൽ ആ വീടുകളിൽ മെമ്പറുടെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. കഴിഞ്ഞ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായതിന്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാ വീടുകളും കയറിയിരുന്നു. 1-2 തവണ കയറിയിരുന്നു. ആ കയറിയതിലെല്ലാം ഓരോ വീട്ടിലും സുനൈന സുധീർ എന്ന് പറയുന്ന SDPIയുടെ ജനകീയ മെമ്പറുടെ പ്രവർത്തനങ്ങളുടെ ഫലം നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും സേവനം ലഭിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കാവൽ ലഭിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സുനൈന സുധീറിന്റെ നേതൃത്വത്തിൽ SDPI ശക്തമായി ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷവും എന്നുള്ള ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. മാത്രമല്ല വാർഡിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല 2ാം വാർഡിലെ വഴികളെല്ലാം അസറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇനി ആ വഴിയിൽ ടൈലിടുന്നതും ടാറിടുന്നതുമുള്ള പദ്ധതികളെല്ലാം എളുപ്പത്തിൽ നടക്കാൻ കഴിയുന്നതിന് അടിസ്ഥാനപരമായിട്ട് അത് അസറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അത് മുഴുവൻ വഴികളും ആളുകൾ താമസിക്കുന്ന വീടുകളിലേക്കുള്ള മുഴുവൻ വഴികളും അസറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വാർഡിലുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് പറയാം, കഴിഞ്ഞ 5 വർഷവും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ നിന്നോ 1 രൂപ പോലും വികസനത്തിനായിട്ട് ഈ വാർഡിലേക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയ പകപോക്കലായിട്ട് കാണാം.
കഴിഞ്ഞ 5 വർഷവും ഞങ്ങൾ ഈ വാർഡിൽ ചെയ്തിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിൽ മെമ്പർക്ക് ലഭിക്കുന്ന അവകാശങ്ങളിൽ നിന്ന്, മെമ്പർക്ക് ലഭിക്കുന്ന തുകയിൽ നിന്ന് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിൽ പലപ്പോഴും ഇന്നിപ്പോ എനിക്ക് ഓപ്പോസിറ്റ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന കെ സാജിത്ത് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുറകെ ഉൾപ്പെടെ പല ആവശ്യങ്ങൾ നടത്തിയിട്ടും 1 രൂപയുടെ സേവനം പോലും വാർഡ് നൽകിയിട്ടില്ല. ലഭിച്ചിട്ടുള്ളത് അംഗൻവാടിയിൽ 4 ചെടിച്ചട്ടി മാത്രമാണ് എന്നുള്ളതാ. പല റോഡുകളും വാഗ്ദാനം തന്നെങ്കിലും 1 രൂപ പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എല്ലാം സുനൈന സുധീറിന്റെ നേതൃത്വത്തിൽ SDP പോരാടി നേടിയ വികസനങ്ങളാ. ഇവിടെ കണ്ടത്തിപ്പറമ്പ് റോഡാണെങ്കിലും, മില്ല് റോഡാണെങ്കിലും, കനാൽ റോഡാണെങ്കിലും, പുളിക്കനാട് വെസ്റ്റ് റോഡാണെങ്കിലും, മായാബസാർ റോഡാണെങ്കിലും, ഈ റോഡെല്ലാം സുനൈന സുധീറിന്റെയും പാർട്ടിയുടെയും നേതൃത്വത്തിൽ പോരാടി നേടിയെടുത്തത് തന്നെയാണ്. 1 രൂപ പോലും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല. പിന്നെ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ MLAയുടെ ഫണ്ടിൽ നിന്ന് ഒരു ഫണ്ട് പാസ്സായി കിടപ്പുണ്ട്, അതിന്റെ പണി തുടങ്ങിയിട്ടുമില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ സുനൈന സുധീറിന്റെ നേതൃത്വത്തിൽ SDPയുടെ ഒരു പ്രതിനിധിയുടെ വന്നപ്പോൾ ജനിക്കാൻ വേണ്ടി നല്ല ശ്രമങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്ത് അതിൽ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു, അതിൽ വിജയിച്ചു എന്നുള്ള ഞങ്ങളുടെ നേട്ടമാണ്. പലപ്പോഴും മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വികസന പത്രികയിൽ ഞങ്ങൾ ഒന്നുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടർഫ് എന്ന് പറയുന്നത്. ടർഫ് ഞങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും കുട്ടികൾക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് അഭിമാനകരമായ കാര്യം തോന്നുന്നത്, ഞങ്ങൾ അന്ന് തുടക്കമിട്ട ടർഫ് എടവനക്കാട് പഞ്ചായത്തിന്റെ ടർഫില്ല. ഈ ടർഫ് വേണമെന്ന് 5 വർഷം മുമ്പ് SDP തുടക്കമിട്ട ആ പ്രചരണം ഇന്ന് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങൾ അഭിമാനമുണ്ട്. കാരണം അത് കുട്ടികളുടെ അവകാശങ്ങളും ആവശ്യവും നേരത്തെ തിരിച്ചറിഞ്ഞു SDP എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് 2ാം വാർഡിൽ ടർഫ് തുടങ്ങാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ സാഹചര്യം 3 ഗ്രൗണ്ടാണ് ഏകദേശം ഈ വാർഡിലുള്ളത്. ഈ 3 ഗ്രൗണ്ടും പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തികളെ കണ്ടിട്ട് അതിന് വാടക നൽകിക്കൊണ്ട് പാർട്ടി ഏറ്റെടുത്ത് ടർഫാക്കാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിനും നടന്നില്ല എന്നുള്ളതാണ്. അതിന് മാത്രമല്ല, ചുറ്റും തൊട്ടടുത്ത് തന്നെ പല ടർഫുകൾ ഇപ്പോൾ വരികയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ആ ടർഫ് പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഞങ്ങള് ഞാൻ നടപ്പിലായ പദ്ധതിയിലും പറഞ്ഞു കഴിഞ്ഞു. നടപ്പിലാവാത്ത പദ്ധതിയിലൊന്ന് ആംബുലൻസ് എന്നുള്ളതാണ്. ആംബുലൻസ് ഇവിടെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും ഇവിടെ തൊട്ടടുത്ത് തന്നെ 3 ആംബുലൻസ് അവൈലബിൾ ആകുമെങ്കിലും അതിനുള്ള ആവശ്യത്തിലുള്ള സേവനം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളതിൽ നിന്ന് ആംബുലൻസ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ്. പിന്നെ രോഗികൾക്ക് വീടുകളിൽ ചെന്നുള്ള ഷുഗർ, പ്രഷർ പരിശോധനകൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വാഗ്ദാനമായിരുന്നു, അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് പറഞ്ഞിരുന്നു. SDP 50ഓളം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ആവശ്യത്തിനുള്ള വിദ്യാർത്ഥികൾ വാർഡിലില്ല എന്നുള്ള ഒരു പരിമിതി തന്നെ. വാർഡിലല്ല, പക്ഷെ പഞ്ചായത്തിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് കുറച്ചും കൂടി നടന്നേനെ. വാർഡിൽ അത്രയും കുട്ടികളില്ല എന്നുള്ളതാണ്. പക്ഷെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ സ്കോളർഷിപ്പ് നൽകാൻ SDP ശ്രദ്ധിക്കുന്നു, അത് നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളെല്ലാം മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി കൂടി SDP നടത്തിയിരുന്നു. കൊറോണ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം ഈ വാർഡിൽ SDP വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് ജനങ്ങളുമായി ഒരു വാർഡ് മെമ്പർ എന്നുള്ളത് ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആവുക എന്നുള്ളതാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ 5 വർഷവും ജനങ്ങളുമായി കണക്റ്റഡായി അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് ആ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞ് ആ മറുപടി ചെയ്യാൻ കഴിയാത്തത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് SDP കഴിഞ്ഞ 5 വർഷവും വാർഡിന് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഈ 5 വർഷവും SDPയെ രാഷ്ട്രീയമായിട്ട് ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ മെമ്പറാണ് ഇന്ന് ഇവിടെ വോട്ട് ചോദിച്ച് 2ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങളിലൂടെ പറയുന്നുണ്ടായിരുന്നു 29ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇവിടെ പല റോഡുകളും പണിഞ്ഞതെന്ന്. എന്നാൽ ഇവിടെ റോഡുകൾ സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ്. അതിന് വാർഡ് മെമ്പർക്ക് റോളുമുണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ. പക്ഷേ കഴിഞ്ഞ 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞ 5 വർഷം ഈ വാർഡിൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് കൂടി മറുപടി പറയേണ്ടതുണ്ട്. 2ാം വാർഡില് ഇവിടുത്തെ ജനങ്ങൾ 5 വർഷം മുമ്പ് ചിരിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചു വന്ന് ജനങ്ങൾ വോട്ട് കൊടുത്തു, വിജയിപ്പിച്ചുവിട്ടു. ആ വിജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്ക് 2ാം വാർഡിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് എന്ത് സേവനമാണ് ലഭിച്ചത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഒരു സേവനം ലഭിച്ചിട്ടില്ല. മറിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ, സുനൈന സുധീറിന്റെ നേതൃത്വത്തിൽ പോരാടി നേടിയ ഓരോ അവകാശങ്ങളും മാത്രമാണ് ഇവിടെ 5 വർഷവും ഈ വാർഡിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അഭിമാനത്തോട് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് എടവനക്കാട് 1ാം വാർഡിലും 2ാം വാർഡിലും മത്സരിക്കുന്നുണ്ട്. 1ാം വാർഡിലും 2ാം വാർഡിലും വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. SDP വിജയിപ്പിച്ച്
ഒന്നിലും രണ്ടിലും വിജയിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യുന്നു, ജനങ്ങളുടെ പൗരത്വം കട്ട് ചെയ്യുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ ചെറുത്തുനിൽപ്പായിട്ട് എത്ര കേസുകൾ ഉണ്ടായാലും, എത്ര അറസ്റ്റ് ഉണ്ടായാലും, എത്ര അവകാശ ലംഘനങ്ങൾ ഉണ്ടായാലും അതിന് മുമ്പിലെല്ലാം ചെറുക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മെമ്പർമാരായിട്ട്, കേഡർമാരായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാകും എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഗ്യാരണ്ടിയാണ്. ഇവിടെ പൗരന്മാരുടെ അവകാശങ്ങൾ ഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പിൽ SDP ഉണ്ടാകും, മറ്റുള്ളവരെക്കാൾ മുമ്പിൽ തന്നെ SDP ഉണ്ടാകും എന്നുള്ള ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. മാത്രമല്ല, ഇവിടെ അവകാശങ്ങളെ ഓരോ വികസനത്തിലും കമ്മീഷൻ പറ്റിക്കൊണ്ട് ജനങ്ങളുടെ പൊതുമുതൽ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം തടഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് അർഹമായ തുക, അവരുടെ അവകാശങ്ങൾ കൃത്യമായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ ഇടപെടൽ കൃത്യമായിട്ട് പഞ്ചായത്തിൽ ചെയ്യും എന്നുള്ള വാഗ്ദാനം നൽകുകയാണ്. പ്രിയപ്പെട്ട ചുരുക്കുകയാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഈ 2 വാർഡിലും വിജയിക്കാൻ തന്നെയാണ് SDP മത്സരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും വോട്ടുകൾ നൽകി ഞങ്ങളെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നും അന്തസ്സായ വിജയം തന്നെന്നും SDP യുടെ സാന്നിധ്യത്തിലൂടെ ഇവിടെ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിനും UAPA പോലുള്ള കരിനിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്കും ശക്തി പകർന്നുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഉണ്ടാകുമെന്നും ഞങ്ങൾ ഉണ്ടാവാൻ അനുവദിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കിയാണ്. ഇവിടെ വന്നിട്ടുള്ള 1-2 ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറ്റു ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മറുപടി പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്.